ഇൻട്രൊഡക്ഷൻ ഭയങ്കര എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. So Ijaz bhai, Ijaz എന്നാണ് Ijaz bhai in a full complete journey from maybe your Oyo times, Swiggy times to startup. അത് എങ്ങനെ ചെയ്തു എന്നുള്ളത് ഞാൻ എന്നെ പറ്റി ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. എൻ്റെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ലൈക്ക് ഞാൻ കൊച്ചി തന്നെയാണ് എൻ്റെ സ്കൂളിങ്ങും സ്റ്റഡീസും എൻ്റെ PG എല്ലാം ചെയ്തത് കൊച്ചി തന്നെയാണ്. സോ ബേസിക്കലി ഞാൻ വരുന്നത് ഒരു ബിസിനസ് ബാക്ക്ഗ്രൗണ്ടുള്ള ഫാമിലിയിൽ നിന്നാണ്. അപ്പോൾ ഓവറോൾ എല്ലാവരും വാപ്പ ഉൾപ്പെടെ എല്ലാ ചുറ്റുവട്ടത്തുള്ളവരൊക്കെ ബിസിനസ്സുകാർ, കച്ചവടക്കാർ. ബിസിനസ്സുകാരെന്ന് പറഞ്ഞാൽ ഇതേയുള്ള ഹോട്ടലുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഇലക്ട്രിക് ഷോപ്പ്, അങ്ങനെ ബിസിനസ്. അപ്പോൾ നമ്മളും ഒരു ടൈം ആകുമ്പോൾ ബിസിനസ് എന്നുള്ളൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. പക്ഷെ ഒരു അങ്ങനെ MBA ഒക്കെ ഒരു ജാറയ്ക്ക് വേണ്ടി എടുത്തതാണ്. ഒരു PG വേണമല്ലോ എന്നൊക്കെ ഓർത്ത്. അപ്പൊ ആ ഒരു സിറ്റുവേഷനിൽ എന്നാ ഒരു 2 വർഷം ജോലി ചെയ്യാം എന്നുള്ളത്. കാരണം ആ സമയത്ത് MBA കഴിയുന്നു, എങ്ങനെയെങ്കിലും വീട്ടിൽ നിന്ന് കുറച്ച് പൈസ മേടിക്കുന്നു, അല്ല മൂന്നാർ ഒരു ഹോം സ്റ്റേ തുടങ്ങാനോ അല്ലെങ്കിൽ ഒരു കടയിടാ, അതൊക്കെയായിരുന്നു ആ സമയത്ത് ഒരു മൈൻഡ് സെറ്റ്. ബട്ട് അത് കഴിഞ്ഞപ്പോൾ എന്താ 2 വർഷം വർക്ക് ചെയ്യാന്നുള്ള ആ ഒരു മൈൻഡ് സെറ്റിലാണ് ഞാൻ ഫസ്റ്റ് എൻ്റെ ജോബ് ഓയോയിലേക്ക് കയറി. ഒരു 2-2.5 വർഷത്തോളം ഞാൻ ഓയോ റൂംസിന്റെ കൊച്ചി ലോഞ്ച് ടീമിന്റെ ഭാഗമായിരുന്നു. അപ്പൊ അതാണ് ആക്ച്വലി എൻ്റെ ഒരു ഹോസ്പിറ്റാലിറ്റിയിലേക്കുള്ള ഒരു എൻട്രി എന്ന് പറയുന്നത്. 2016. അതെനിക്ക് ഭയങ്കര ഒരു ടേൺ അറൗണ്ടിങ് ആയിരുന്നു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് ഓയോ പെട്ടെന്ന് എല്ലാവർക്കും അറിയായിരിക്കും, വളരെ യങ്ങസ്റ്റ് ഫൗണ്ടറാണ് റിതേഷ് അഗർവാൾ. അപ്പോൾ പെട്ടെന്നൊരു എക്സ്പാൻഷൻ വന്നു. പിന്നെ ഹോസ്പിറ്റാലിറ്റി തന്നെ ഏറ്റവും വലിയൊരു ചേഞ്ച് എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡൈസ്ഡ് റൂം എന്നുള്ളൊരു കൺസെപ്റ്റ് കൊണ്ടുവന്ന ആൾക്കാരാണ്. അപ്പൊ അങ്ങനെ ഞാൻ ജോയിൻ ചെയ്യുന്ന സമയത്ത് കൊച്ചിയിലുള്ള ഒരു കോർ ടീമായിരുന്നു. ആസ് എ കോർ ടീം എന്ന് പറയുമ്പോൾ അന്ന് ഓയോ അത്യാവശ്യം ഏറ്റവും ഹൈ പ്രൊഫൈലിൽ ഇപ്പൊ TCS അതുപോലത്തെ ടെക് കമ്പനി, നല്ല എസ്പെഷ്യലി പറഞ്ഞ പ്യൂർ IIM IIT ആളുകളെ മാത്രം ഉണ്ടാക്കി വെച്ചേക്കുന്ന ഒരു ടീമായിരുന്നു. അപ്പൊ അതിനകത്തേക്ക് ചെല്ലുന്ന ഏറ്റവും ന്യൂ ജോയിനർ, ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത ഒരു ആദ്യത്തെ ഒരു സെറ്റിൽ ഒരാളാണ് ഞാൻ. പക്ഷെ അത് എനിക്ക് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു. കാരണം ഇത്ര ആളുകളുടെ ഒപ്പം ലൈക്ക് പലരും ഇപ്പൊ ഇവിടെ ഇല്ല, പലരും ഇപ്പോ വിദേശത്തും ഇപ്പൊ ഇന്ത്യ തന്നെ പല കമ്പനിയുടെയും PP ലെവലിലൊക്കെ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. അപ്പൊ അവരൊപ്പമുള്ള എക്സ്പീരിയൻസ്, എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും തിങ്കിങ് ഒക്കെ വളരെ ചേഞ്ച് ചെയ്ത് കളഞ്ഞു. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ MBA ടൈം ബിസിനസ്സുകൾ പച്ചയ്ക്ക് പറഞ്ഞ സ്ഥലക്കച്ചവടം ചെയ്തിട്ടുണ്ട്, വണ്ടി കച്ചവടം ചെയ്തിട്ടുണ്ട്, മൊബൈൽ കച്ചവടം ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ സമയത്ത് കേണിങ് അപ്പൊ അങ്ങനെ ഒരു ബിസിനസ് ഓൾറെഡി റൂട്ടഡ് ആയിരുന്നു. അപ്പൊ ആ ഒരു ഇതിൽ ഓയോയിലൊരു സെയിൽസ് റോളിലേക്കാണ് ആദ്യം ചെന്ന് ജോയിൻ ചെയ്യുന്നത്. അവിടെ എനിക്ക് കിട്ടിയൊരു ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞാൽ ആസ് എ ബിഗിനർ വന്നപ്പോൾ അവിടുത്തെ ആ സമയത്ത് നോർമൽ ഇതെന്ന് പറയുന്നത് കോർപ്പറേറ്റും ട്രാവൽ ഏജന്റും മാത്രമാണ്. കാരണം ആ 2 പേരാണ് റൂം ബുക്കിംഗ്സ് കൊണ്ടുവരുന്നുള്ളൂ. നമ്മുടെ എൻ്റെ ഒരു കൊളീഗും വെച്ചിട്ട് വി ക്യാൻ ഏബിൾ ടു ക്രാക്ക് എ മൂവി ബുക്കിംഗ്. അന്നാണ് ഓയോ റിയലൈസ് ചെയ്യുന്നത് സിനിമ ബുക്കിംഗ് എന്ന് പറയുന്ന വലിയൊരു ചാനൽ ഈ ഇൻഡസ്ട്രിയിൽ ഉണ്ടെന്ന്. അങ്ങനെ ഞാൻ ആ ടീം ഹെഡ് ചെയ്യാനായിട്ട് മൂവ് ചെയ്തു. അങ്ങനെ ഓൾമോസ്റ്റ് ഒരു 1 ഇയറോളം മലയാള ഫിലിം ഇൻഡസ്ട്രി ആയിട്ട് ക്ലോസ്ലി വർക്ക് ചെയ്ത് മൂവീസിന്റെ ഒക്കെ റൂം ബുക്കിംഗ്സ് ക്ലോസ് ചെയ്യുക. അങ്ങനെ ഒരു ചാനൽ ഓയോയിൽ തന്നെ ഓപ്പൺ ചെയ്ത് കൊടുക്കാനായിട്ട് സിനിമയിലൊക്കെ പലതും തുടക്കത്തിൽ ഇത് കാണിക്കും, താങ്ക്സ് ഓയോ എന്നൊക്കെ പറഞ്ഞ പേരൊക്കെ